നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് സൂര്യഭേദി പ്രാണായാമമാണ്. അപ്പോൾ സൂര്യഭേദി പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയാനായിട്ട്, അതുപോലെ തന്നെ ആങ്സൈറ്റി കുറയാനായിട്ട്, മെമ്മറി പവർ കൂടാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 7 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ദിവസേന ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാണായാമമാണ് സൂര്യഭേദി പ്രാണായാമം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസാണ് പ്രാണായാമം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടായിരിക്കില്ല നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിൻ്റെ ഏകദേശം ഒരു 5 മുതൽ 10% ഭാഗം മാത്രമേ നമ്മൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ഭാഗങ്ങളിലൊക്കെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഇംപ്യൂരിറ്റീസ് വന്ന് നിറയാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം പ്രാണായാമത്തിൽ നമ്മൾ വളരെയധികം കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടാണ് ശ്വസിക്കുന്നത്. നമ്മുടെ ശ്വാസത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഫീൽ ചെയ്യാനായിട്ടും ഇവിടെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായിട്ടും പ്രാണായാമത്തിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇൻഹലേഷൻ, അതായത് അതിനെ നമ്മൾ പൂരകം എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് കുംഭകം, അതായത് നമ്മൾ ബ്രത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. മൂന്നാമത്തേത് രേചകം, അതായത് എക്സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ രേചകം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് പ്രാണായാമം. ഇങ്ങനെയുള്ള പ്രാണായാമം നമുക്ക് ദിവസവും ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാണായാമം ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും രാവിലെയാണ് പ്രാണായാമം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം. രാവിലെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ പ്രാണായാമം ഭക്ഷണം കഴിച്ചതിന് ഉടനെ തന്നെ ചെയ്യരുത്. ഭക്ഷണം കഴിച്ച് 4 മണിക്കൂറിന് ശേഷമാണ് പ്രാണായാമം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും രാവിലെ നമ്മൾ തലേ ദിവസം കഴിച്ച ഭക്ഷണം എല്ലാം തന്നെ ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും രാവിലെയാണ് പ്രാണായാമം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനാണ്. ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത് പത്മാസനമാണ്, അതായത് നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുന്നത് പോലെ. അതേസമയം ഇപ്പോൾ തീരെ വയ്യാത്തവരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ ആണെങ്കിൽ കസാരയിൽ ഇരിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇരിക്കുന്ന പോസ് ഭയങ്കര റിലാക്സേഷനുള്ള ഒരു പോസ്റ്ററിലായിരിക്കണം നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ നല്ല ഇറക്റ്റ് ആയിരിക്കണം. സ്പൈൻ ഇറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ലങ്സിന് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു കൃത്യമായിട്ട് യാതൊരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ ലങ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ സ്പൈൻ ഇറക്റ്റായി ഇരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രാണായാമം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സൂര്യഭേദി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി ആദ്യം ഇടത് കൈ നേവൽ റീജിയൻ്റെ ചുവട്ടിലായി മലർത്തിയും വലത് കൈയിൽ നാസിക മുദ്രയും പിടിക്കുക. വളരെ പതുക്കെ വലത് മൂക്കിലൂടെ ശ്വാസം ഇൻഹേൽ ചെയ്യുക. അതിനുശേഷം തള്ളവിരലും അതുപോലെ തന്നെ മോതിരവിരലും ഉപയോഗിച്ച് ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക. പതുക്കെ ഇടതുഭാഗത്തൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് സൂര്യഭേദി പ്രാണായാമം. ഒന്നുകൂടി ചെയ്തു നോക്കാം. ആദ്യം ഇടത് കൈ നേവൽ റീജിയൻ്റെ ചുവട്ടിലായും വലത് കൈയിൽ നാസിക മുദ്രയും പിടിക്കുക. ശേഷം ശ്വാസം വളരെ പതുക്കെ വലതുഭാഗത്തൂടെ ഇൻഹേൽ ചെയ്യുക. തള്ളവിരലും മോതിരവിരലും ഉപയോഗിച്ച് ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക. വളരെ പതുക്കെ ഇടതുഭാഗത്തൂടെ ശ്വാസം എക്സെയിൽ ചെയ്യുക.